നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. നിരാശാജനകം. പ്രധാനമന്ത്രിയുടെ റഷ്യ സന്ദർശനത്തിൽ അതൃപ്തി അറിയിച്ച് ഉക്രൈൻ പ്രസിഡന്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന റഷ്യൻ സന്ദർശനത്തിൽ തന്റെ അതൃപ്തി അറിയിച്ച് ഉക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി. റഷ്യൻ നേതാവ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ച വലിയ നിരാശയും സമാധാന ശ്രമങ്ങൾക്ക് വിനാശകരമായ പ്രഹരവുമാണെന്ന് വിശേഷിപ്പിച്ചു. സ്കൂൾ വിട്ടുവരുന്ന വഴി റോഡിൽ കുഴഞ്ഞുവീണ +1 വിദ്യാർത്ഥിനി മരിച്ചു. ആലപ്പുഴയിൽ കുഴഞ്ഞുവീണ വിദ്യാർത്ഥിനി ചികിത്സയിലിരിക്കെ മരിച്ചു. ആലപ്പുഴ മുഹമ്മ ABVHSലെ വിദ്യാർത്ഥിനിയായ താര സജീഷാണ് മരിച്ചത്. +1 വിദ്യാർത്ഥിനിയാണ് താര സജീഷ്. ഇന്നലെ വൈകിട്ട് സ്കൂൾ വിട്ടുവരുന്ന വഴി റോഡിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. PSA കോഴ വിവാദം. എല്ലാം മാധ്യമ സൃഷ്ടി. പാർട്ടിയെ കരിവാരിത്തേക്കുവാൻ ശ്രമം. ആരോപണങ്ങൾ തള്ളി CPIM കോഴിക്കോട് ജില്ലാ നേതൃത്വം. PSC അംഗത്വത്തിന് കോഴ നൽകിയെന്ന ആരോപണം തള്ളി CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ. പാർട്ടിക്ക് ഒരറിവുമില്ലെന്ന് P മോഹനൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എല്ലാ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്നും പാർട്ടിയെ കരിവാരിത്തേക്കാനുള്ള ശ്രമമാണെന്നും P മോഹനൻ പറഞ്ഞു. G സുധാകരനെ അടുത്ത ആഴ്ച CPIM പുറത്താക്കും. BJPയിലേക്ക് സ്വാഗതം. K സുരേന്ദ്രൻ. CPIM നേതാവ് G സുധാകരനെ BJPയിലേക്ക് പരോക്ഷമായി സ്വാഗതം ചെയ്ത് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. G സുധാകരനെ CPIM പുറത്താക്കും എന്നാണ് വിവരം. തെറ്റ് തിരുത്തുന്നതിന് പകരം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നൽകിയ ജനവിഭാഗത്തിനു മേൽ കൈയുയർത്താനാണ് CPIM ശ്രമിക്കുന്നതെന്ന് സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. G സുധാകരനെ അടുത്തയാഴ്ച CPIM പുറത്താക്കും. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെയാണ് പാർട്ടി പുറത്താക്കുന്നതെങ്കിൽ അവരെ BJP ഇരുകൈയും നീട്ടി സ്വീകരിക്കും. പിണറായി വിജയന്റെ കുടുംബവാഴ്ചയും അധികാര ദുർവിനിയോഗവുമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ പരാജയത്തിന് പിന്നിലെന്ന് അദ്ദേഹം തുറന്നടിച്ചു. സീബ്ര ലൈനിൽ നിന്ന് വിദ്യാർത്ഥികളെ ബസ്സിടിച്ച സ്വകാര്യ ബസ് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കും. വടകര മടപ്പള്ളി കോളേജ് വിദ്യാർത്ഥികളെ സീബ്ര ലൈനിൽ നിന്നും ബസ്സിടിച്ച് തെറിപ്പിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. വിദ്യാർത്ഥികളെ ഇടിച്ചു വീഴ്ത്തിയ ഉടനെ ഡ്രൈവറും കണ്ടക്ടറും ബസ്സിൽ നിന്നും ഇറങ്ങി ഓടുന്നതും ദൃശ്യത്തിലുണ്ട്. 10ഓളം വിദ്യാർത്ഥികളാണ് സീബ്ര ലൈൻ മുറിച്ചു കടന്നത്. അപകടത്തിൽ 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. വിദ്യാർത്ഥികളുടെ പരാതിയിൽ ചോമ്പാല പോലീസ് കേസെടുത്തിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പും നടപടി ആരംഭിച്ചു. ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. PSCയെ കരിവാരിത്തേക്കരുത്. അന്വേഷണത്തിന് തയ്യാറെന്ന് മുഖ്യമന്ത്രി. പാർട്ടി കോടതി വേണ്ടെന്ന് പ്രതിപക്ഷം.
PSC അംഗത്വം കിട്ടുവാൻ ലക്ഷങ്ങൾ കൈക്കൂലി നൽകിയെന്ന ആരോപണം നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗൌരവമേറിയ ആരോപണമാണിതെന്നും മന്ത്രി റിയാസിന്റെ പേര് പറഞ്ഞാണ് യുവനേതാവ് പണം കൈപ്പറ്റിയതെന്നാണ് പുറത്തുവന്ന വിവരമെന്നും അദ്ദേഹം ആരോപിച്ചു. പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം. ഇത്തരം പണം വാങ്ങുന്ന ആളുകൾ പാർട്ടിയിലുണ്ട് എന്നത് ഗൌരവകരമാണെന്നും സതീശൻ പറഞ്ഞു. കുവൈറ്റിൽ വാഹനാപകടം, 6 ഇന്ത്യക്കാർക്ക് ദാരുണാന്ത്യം, 2 മലയാളികൾക്ക് പരിക്ക്. കുവൈറ്റിലുണ്ടായ വാഹനാപകടത്തിൽ 6 ഇന്ത്യൻ തൊഴിലാളികൾ മരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റവരിൽ 2 മലയാളികളും ഉൾപ്പെട്ടതായി വിവരം. 6 ഇന്ത്യൻ തൊഴിലാളികൾ മരിച്ച അപകടം കുവൈറ്റിലെ 7th റിംഗ് റോഡിലാണ് ഉണ്ടായത്. 10 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ 6 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. ബീഹാർ, തമിഴ്നാട് സ്വദേശികളായ തൊഴിലാളികളാണ് മരിച്ചതെന്നാണ് വിവരം. 3 പേർ ചികിത്സയിലാണ്. തൊഴിലാളികൾ സഞ്ചരിച്ച വാഹനത്തിൽ മറ്റൊരു വാഹനം വന്ന് ഇടിക്കുകയായിരുന്നു. കോളറ സ്ഥിരീകരണം, ഐസൊലേഷൻ വാർഡ് ഉൾപ്പെടെ സജ്ജമാക്കും. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുവാൻ നിർദ്ദേശം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ കെയർ ഹോമിൽ കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുവാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മാനസിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥിയെ പീഡനത്തിന് ഇരയാക്കി 22-കാരൻ അറസ്റ്റിൽ. കാസർഗോഡ് മാനസിക വെല്ലുവിളി നേരിടുന്ന ബഡ് സ്കൂൾ വിദ്യാർത്ഥിയെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ പ്രതി അറസ്റ്റിൽ. പൊവ്വൽ സ്വദേശി മുഹമ്മദ് സാദിഖിനെയാണ് ആദൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മയക്കുമരുന്ന് നൽകിയാണ് 20 വയസ്സുകാരനെ പീഡിപ്പിച്ചതെന്നാണ് സംശയം. സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയായിരുന്നു. കേസിൽ അന്വേഷണം നടന്നുവരികയാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.